കൊല്ലം ഓച്ചിറ വവ്വാക്കാവ് മണപ്പള്ളിയിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തകർത്ത ആംബുലൻസ് തലകീഴായി മറിയുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നടുക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായത്. 5 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കൊല്ലം വടിമുക്ക് ജംഗ്ഷന് പടിഞ്ഞാറ് വശത്താണ് ഈ അപകടമുണ്ടായത്. നടുക്കുന്ന ഒരു അപകടമാണ്. ഒരു ഇരുചക്ര വാഹനം പോകുന്നത് നമുക്ക് കാണാം. അതിന് തൊട്ട് പിന്നാലെ പാഞ്ഞെത്തിയ ആംബുലൻസ് ആണ് തീർത്തും നിയന്ത്രണം വിട്ട് പലയിടത്തായി ഇടിച്ച് തലകീഴായി മറിയുന്നത്. കൊല്ലം ഓച്ചിറ വവ്വാക്കാവ് മണപ്പള്ളിയിലാണ് ആംബുലൻസ് അപകടമുണ്ടായത്. വൈദ്യുത പോസ്റ്റ് ഉൾപ്പെടെ ഇടിച്ച് തകർത്ത് ഉണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, വലിയ വീതിയുള്ള റോഡൊന്നും ആയി തോന്നുന്നില്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. പക്ഷെ ഒരു വലിയ അപകടമാണ്. മുന്നിലൊരു സ്കൂട്ടർ പോകുന്നുണ്ടായിരുന്നു. ഈ 5 പേര് ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണോ? ഈ സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടോ? ഈ സ്കൂട്ടർ യാത്രക്കാരൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അയാൾക്ക് വലിയ ഭാഗ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന്റെ ബൈക്ക് മുന്നോട്ട് പോകുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ ആംബുലൻസ് നേരെ ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകരുന്നത്. തൊട്ട് പിന്നാലെ ആംബുലൻസ് 3 തവണ കർണം മറിയുന്നു. ആ ആംബുലൻസിന്റെ തൊട്ട് ഫ്രണ്ടിലെങ്ങാണമായിരുന്നു അദ്ദേഹത്തിന്റെ ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ആ ആംബുലൻസ് അടിയിൽ പെടുവാനുള്ള സാധ്യത വളരെയേറെയായിരുന്നു. എന്നാൽ അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ 5 പേരും രോഗികളായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാര്യം ഇവരെന്തിനാണ് ഈ ആംബുലൻസിൽ ഇത്ര വേഗത്തിൽ പോയത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ 3 പേരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും 2 പേരെ ഓച്ചിറയിലെ പരപരമ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. കാര്യം രോഗികളില്ലാതെ ഇത്രയും അമിത വേഗത്തിൽ ആംബുലൻസ് പോകേണ്ടതില്ല. ഇവർ എന്തിനു വേണ്ടിയാണ് ഇത്രത്തോളം അമിത വേഗത്തിൽ? പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗി അത്യാസന്ന നിലയിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടുവരാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെ ആണെങ്കിൽ ഒരു ആംബുലൻസ് ഡ്രൈവറും അതിനകത്ത് ഒരു സഹായി മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ഈ 5 പേർ ചേർന്ന് ഈ ആംബുലൻസിൽ യാത്ര ചെയ്തത് എന്തിനാണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് എന്തായാലും പോലീസ് കൃത്യമായി അന്വേഷിക്കും. ദ്രോണ എന്ന പേരിൽ ഓച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഒരു ആംബുലൻസ് ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ആംബുലൻസിലുള്ള 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിഭീകരമായിട്ടുള്ള ഒരു അപകടമാണ്. 3 തവണ കർണം മറിഞ്ഞ് സമീപത്തെ ഒരു മാവിൽ ഇടിച്ചാണ് ആ ആംബുലൻസ് നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും ആൾക്കാർ സമീപത്തുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുകളിലേക്ക് ഈ ആംബുലൻസ് വീഴാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഭാഗ്യം കൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്കാർക്കും പരിക്കേൽക്കാതിരിക്കുകയും ഒപ്പം തന്നെ ഈ ആംബുലൻസിലുണ്ടായിരുന്ന 5 പേർക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തത്. പേടിപ്പെടുത്തുന്ന ഒരു അപകടമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 5 പേർ ആംബുലൻസ് ഉണ്ടായിരുന്നു. അവർക്ക് 5 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. തലകീഴായി പലതവണ മറിഞ്ഞ് ആംബുലൻസ് നിൽക്കുകയായിരുന്നു. വൈദ്യുത പോസ്റ്റിൽ ഉൾപ്പെടെ ഇടിച്ച് സമീപത്തെ മതിലിടിച്ച് മറിഞ്ഞ് ഒരു മരത്തിലിടിച്ചാണ് ആംബുലൻസ് നിന്നത് എന്ന വിവരമാണ് കണ്ണൻ നായർ നൽകുന്നത്. കണ്ണൻ, ഈ ആംബുലൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആംബുലൻസ് സർവീസ് നടത്തുന്ന ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഈ 5 പേർ ഒരുമിച്ച് എന്തിനിങ്ങനെ എത്ര വേഗതയിൽ പോയി എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ, സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഈ ആംബുലൻസ് ഏജൻസിയെ കുറിച്ച് കൃത്യമായൊരു സൂചന നമുക്കുണ്ട്. കാര്യം ഓച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഒരു ആംബുലൻസ് ഏജൻസിയാണ് ദ്രോണ എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഏജൻസിയാണ്. ഈ ആംബുലൻസ് ഏജൻസിയെ കുറിച്ച് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു പരാതികളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ 28ാം ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സമയത്ത് ഒരു ദേഹാസ്വസ്ഥം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു ആംബുലൻസ് എന്നൊക്കെ രീതിയിൽ വാർത്തയിലൊക്കെ വന്നുവന്ന ഒരു ആംബുലൻസ് ആണ് ദ്രോണ എന്ന് പറയുന്ന ആംബുലൻസ് ഏജൻസി. ആ ഏജൻസിയുടെ ആംബുലൻസ് ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ 5 പേർ ചേർന്ന് എന്തിനാണ് പോയത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. ആ ആംബുലൻസ് വേഗത്തിൽ വരുന്നു. അതിന്റെ ഒരു ഭാഗം നേരെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുന്നു. ആ ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് പൂർണ്ണമായും തകർന്ന് വീഴുന്നു. തൊട്ടു പിന്നാലെയാണ് 3 തവണ കർണം മറിഞ്ഞ് നിയന്ത്രണം വിട്ട് കർണം മറിഞ്ഞ് ഈ സമീപത്തെ ഒരു മാവിൽ ഇടിച്ച് നിൽക്കുന്നത്. ഈ 5 പേർ ചേർന്ന് സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഏതെങ്കിലും രോഗികളെ ആശുപത്രിയിലേക്കോ മറ്റോ കൊണ്ടുപോകാനാണെങ്കിൽ ഒരു ആംബുലൻസിൽ ഒരു സഹായിയും അല്ലെങ്കിൽ ഒരു നേഴ്സും ഒരു ആംബുലൻസ് ഡ്രൈവർമാരും ഉണ്ടാകുക. പക്ഷേ ഇതിൽ 5 പേരുണ്ടായിരുന്നു. അവർ എന്തിനാണ് 5 പേർ ചേർന്ന് ഇത്രയും അമിത വേഗത്തിൽ പോയത്? എന്തായാലും 5 പേർ ചേർന്ന് ഒരു രോഗിയെ ചേർന്ന് ഇങ്ങനെ അമിത വേഗത്തിൽ പാഞ്ഞു പോയതും
പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആർക്കും ജീവൻ നഷ്ടമാകാതിരുന്നത് എന്നത് കൂടി പറയണം. കൊല്ലം ഓച്ചിറ വവ്വാക്കാവ് മണപ്പള്ളിയിലാണ് ആംബുലൻസ് അപകടമുണ്ടായത്.